ഇന്ത്യയിൽ നിന്ന്, അതെ, മുംബൈ അധോലോകത്തിനെ ആസ്പദമാക്കി ഒരു ഇന്ത്യൻ ഡിസൈൻ ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ഗെയിം വരാൻ പോകുന്നു. നിഖിൽ മലങ്കർ എന്ന 29 വയസ്സുകാരൻ തൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് തൻ്റെ സുഹൃത്തിനൊപ്പം കണ്ട സ്വപ്നമായിരുന്നു മുംബൈ ഗളീസ്. യെസ്, ദാവൂദിൻ്റെയും ഹാജി മസ്താൻ്റെയും വരദരാജ മുതലിയാരുടെയും ആ പഴയ മുംബൈ, അതെ, ചോരയുടെ മണമുള്ള മുംബൈ. അതേ മുംബൈയിൽ നിന്നും 19 വയസ്സുകാരനായ വാങ്കിയയുടെ കഥ പറയുന്ന ഒരു ഗെയിം വരുന്നു. മുംബൈയുടെ സ്വന്തം, അല്ല, ഇന്ത്യയുടെ സ്വന്തം ഗെയിം, ദി മുംബൈ ഗളീസ്. പക്ഷെ പിന്നീട് ഈ പ്രൊജക്റ്റിനും ഈ ഗെയിമിനും എന്ത് പറ്റിയെന്ന് അറിയണ്ടേ? തുടർന്ന് കാണുക. വെൽക്കം ബാക്ക് ടു ട്രിപ്പിൾ എ ഗെയിമിംഗ്, where we don't die, we always just respawn. ആദ്യ ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമായ ഒരു കാര്യമായിരുന്നു ഇതെന്ന് വെച്ചാൽ വെറും ഒരു ഇൻഡി ഗെയിം അല്ലായിരുന്നു എന്നുള്ളത്. സ്കൈ സ്ക്രേപ്പേഴ്സ്, വലിയ വലിയ കെട്ടിടങ്ങൾ, മുംബൈയിലെ തെരുവോരങ്ങൾ, തിരക്കേറിയ മാർക്കറ്റുകൾ, ഇതൊന്നും തന്നെ സാധാരണ ഇന്ത്യൻ മെയ്ഡ് ഗെയിമുകളിൽ കണ്ടുവരുന്ന ഒരു പരിപാടികളൊന്നും അല്ലായിരുന്നു. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതൊക്കെവണ്ണം, ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്ലീപ്പിംഗ് ഡോഗ്സിൻ്റെ ഒക്കെ കൈൻ്റെ ആ ഒരു ലെവൽ ഗ്രാഫിക്സ് ഒക്കെ എനിക്ക് പേഴ്സണലി ഹൈപ്ഡ് ആയിട്ടുണ്ട് ആഫ്റ്റർ വാച്ചിങ് ദാറ്റ് ട്രെയിലർ ഓഫ് കോഴ്സ്. ആൻഡ് ലിറ്ററലി ഗൈസ്, എ ട്രൂ ഓപ്പൺ വേൾഡ് എക്സ്പീരിയൻസ് ഫുൾ ഓഫ് ലൈഫ്, ഡേഞ്ചർ ആൻഡ് അഡ്വെഞ്ചർ. ഇന്ത്യൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഒട്ടാകെ ആക്ച്വലി ഈ ഒരു ഗെയിമിൻ്റെ ഓരോ അപ്ഡേറ്റ്സും കൊണ്ടാട്ടം പോലെ കൊണ്ടാടി എന്ന് വേണം പറയാൻ. ആൻഡ് ദ ഹോൾ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ആസ്റ്റ്, അങ്ങനെ അവസാനം ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു GTA സീരീസ് കിട്ടുമോടെ? ആക്ച്വലി ഞാനും എൻ്റെ ചേട്ടന്മാരും പണ്ട് വൈസിറ്റി കളിച്ച് കിടന്ന ടൈമിൽ ആലോചിച്ചിട്ടുണ്ട്. അതായത് ടോമി ചായ ലിബർട്ടി സിറ്റിയിൽ നിന്ന് വന്ന് ഇറങ്ങണത് തിരുവനന്തപുരം എയർപോർട്ടിലാണെങ്കിൽ അവിടെ നിന്ന് നേരെ വണ്ടിയും വെള്ളം പിടിച്ച് പോണത് അടുത്ത ബാറിലോട്ടായിരിക്കും. എന്നിട്ട് 2 അടിച്ച് 4 കാലിൽ ചെന്ന് വക്കീലിനെ കാണുമായിരിക്കും എന്നൊക്കെ ഞങ്ങൾ ചുമ്മാ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗായ്സ്, ഇവിടെ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മുംബൈയിൽ വന്ന് ഇറങ്ങുമായിരുന്നല്ലോ. എന്തെല്ലാം സാധ്യതകളായിരുന്നല്ലേ ഈ ഗെയിമിന് ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ കെയിം ദ റിയൽ ട്രബിൾ. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കും. അതായത് അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ലോകത്തിലെ തന്നെ ഗെയിമിംഗ് വമ്പന്മാരായ റോക്ക് സ്റ്റാറിന് പോലും GTA 6 ഇറക്കാൻ ഇനിയും ടൈം വേണമെന്ന് പറഞ്ഞു. ആൻഡ് ഈ ട്രെയിലറിൽ അവരത് തമാശ രൂപേണ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ നിരാലംബരുടെയും കൂട്ടിക്കൊടുപ്പുകാരുടെയും പട്ടിണി പാവങ്ങളുടെയൊക്കെ ഇന്ത്യയിൽ നിന്ന് ഒരു ക്രൗഡ് ഫണ്ടഡ് പ്രൊജക്റ്റാണ് മുംബൈ ഗളീസ്. ആൻഡ് 2024 ഗെയിമിയോൺ എന്ന് പറയുന്ന നിഖിൽ മലങ്കറിൻ്റെ തന്നെ കമ്പനി ഓൾമോസ്റ്റ് $1 million റേസ് ചെയ്തതാണ് ഈ ഒരു വർക്ക് ഒന്ന് ആക്സിലറേറ്റ് ചെയ്യാൻ. ബട്ട് ഗൈസ്, ജസ്റ്റ് തിങ്ക് ഫോർ യുവർ സെൽഫ്. 2026 ഇറങ്ങാനിരിക്കുന്ന GTA 6 ഇതുവരെ അവരുടെ പ്രൊഡക്ഷൻ ചിലവാക്കിയത് ഇസ് ബിറ്റ്വീൻ $1 to $2 billion. അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രിയിൽ 1 million വെച്ചും നമ്മുടെ സ്പെക്ക് ആൻഡ് ടെക്ക് വെച്ചും അവർ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചില്ലേ. സോ ഡിസപ്പോയിൻറ്റഡ് ആവുന്നതിനേക്കാൾ കൂടുതൽ ആക്ച്വലി എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നാലോചിച്ച് സമാധാനിക്കാനാണ് എനിക്കിഷ്ടം, ടു ബി ഓണസ്റ്റ്. ബട്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവരുടെ ഈ ഡിലേസ്, ഗെയിം എൻജിൻ സ്വിച്ചസ്, എക്സ്റ്റെൻഡഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാസങ്ങളോളം ഒരു അനക്കവും ഇല്ലാതെ, ഒരു അപ്ഡേറ്റ്സും ഇല്ലാതെ ഇത് എവിടെ എന്തുവാന്ന് നമ്മളെങ്ങനെ അറിയാനാണ്? ആൻഡ് അങ്ങനെയാണ് നമ്മുടെ ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയുടെ എക്സൈറ്റ്മെൻറ്റ് പതിയെ കൊണ്ടൊരു സംശയത്തിലേക്ക് പോയി തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗൗതം വാസുദേവ മേനോൻ്റെ ധ്രുവ നക്ഷത്രം പോലത്തെ ഒരു പടപ്പാവുമെന്ന് പോലും ഇപ്പോൾ ഡൗട്ടുണ്ട്. ആൻഡ് യെസ് ഗൈസ്, ഓരോ വാഗ്ദാനവും കൂടുതൽ അകലെയായി തോന്നും. നമ്മൾ ചുറ്റിക്കറങ്ങി നടക്കാൻ സ്വപ്നം കണ്ട മുംബൈയിലെ തെരുവുകൾ ശരിക്കും ഒരു ഡിസ്റ്റൻറ്റ് മിറാജായി തീർന്നു പോകുമോ എന്ന് പോലും തോന്നിപ്പോയി. ഫാൻസ് റിയലി ബിഗാൻ ക്വസ്റ്റ്യനിങ് ആസ് നമ്മൾ കണ്ട സ്വപ്നം കുറച്ച് ഓവർ അംബീഷ്യസ് ആയിപ്പോയോ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യമായിരുന്നു ഫോർ ദ ഡെവലപ്പേഴ്സ് ആസ് വെൽ ആസ് നമുക്കും. ബട്ട് ദ റിയൽ ക്വസ്റ്റ്യൻ ഇസ്, ഇനി എത്ര നാൾ കൂടി? ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയാണ് എന്നൊരു ചൊല്ലുണ്ട്. വിത്ത് GTA 6 റിലീസിങ് നെക്സ്റ്റ് ഇയർ അത് മുംബൈ ഗളീസിന് പ്രഷർ കുറയ്ക്കുന്നതിനേക്കാൾ കൂട്ടാനേ സാധ്യതയുള്ളൂ. ബിക്കോസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്,
സെപ്റ്റംബർ 17, 2013 ഇറങ്ങിയ ഒരു ഗെയിം അന്ന് ഗെയിമിംഗ് ലോകം മുഴുവൻ കത്തിച്ചിട്ടാണ് പോയത്. ആൻഡ് കത്തിക്കൽ മാത്രമല്ല, റെക്കോർഡുകളൊക്കെ ഇങ്ങനെ കാറ്റി പറത്തുന്നുണ്ടായിരുന്നു. സി, ഇറ്റ്സ് ഓൾമോസ്റ്റ് 12 years സിൻസ് റോക്ക്സ്റ്റാർ ഡ്രോപ്ഡ് ദാറ്റ് മാസ്റ്റർ പീസ് അല്ലേ. ആൻഡ് ദ മെയിൻ തിങ് ഞാൻ പറഞ്ഞു വരുന്നത് ഗെയിം ഇറങ്ങി ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ആ ഗെയിം ആൾക്കാർ ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട്. ആൻഡ് സ്റ്റിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഗെയിംസ് പോലും GTA 5 മത്സരിക്കാനാണ് നോക്കുന്നത്. ആൻഡ് ഈവൻ മുംബൈ ഗള്ളീസിന് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് കാണേണ്ടതും GTA 5 അതിനേക്കാൾ മികച്ചതാക്കാനായിരുന്നു അവർ നോക്കേണ്ടിയിരുന്നത്. പക്ഷേ GTA 6 ഡ്രോപ്പിംഗ് നെക്സ്റ്റ് ഇയർ ഒരു കാര്യം ഉറപ്പാണ്. GTA 6 is gonna set a new standards for open world gaming for sure അല്ലേ. അപ്പോൾ GTA 6 would set the bar too high. ആൻഡ് ഓൾറെഡി പെട്ടിയിലിരിക്കണം മുംബൈ ഗള്ളീസിന് കോമ്പീറ്റ് ചെയ്യേണ്ടത് വിത്ത് GTA 6. 2 billion പ്രൊഡക്ഷൻ ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിമിംഗ് വമ്പന്മാർ ഇത്രയും പ്രീ പ്രൊഡക്ഷൻ ഇരുന്ന് വർക്ക് ചെയ്തൊരു സാധനം ഇറക്കുമ്പം അതിൻ്റെ റേഞ്ച് എന്താണെന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ നമ്മുടെ മുംബൈ ഗള്ളീസിന് ആകുമോ എന്നുള്ളത് ഇസ് എ ബിഗ് ഡൗട്ട്. ഇനി മറ്റൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മെയ്ഡ് ഗെയിമുകളായ രാജി ആൻഡ് അസുര ഒക്കെ ആക്ച്വലി വെരി നൈസ് അല്ലേ. രാജി നമ്മളെ ആ പഴയ രാജഭരണകാലത്തെ രാജാക്കന്മാരിലേക്കും ദൈവങ്ങളിലേക്കും കൊണ്ടുപോയപ്പം അസുര മെയ്ഡ് us feel that thrill of brutal combat in mythical India. And the best part about these games were they were completed, polished and also released in India. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇന്ത്യൻ ഡെവലപ്പേഴ്സ് ക്യാൻ ഡെലിവർ. അത് സത്യമാണ്. ബട്ട് ഹൗ മച്ച് കുഡ് ദേ ഡെലിവർ? അതാണ് ചോദ്യം. ആക്ച്വലി ഇപ്പം നമുക്കുള്ള അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ മുംബൈ ഗളീസ് ഇസ് സ്റ്റിൽ ഇൻ ഡെവലപ്മെൻറ്റ് എന്നാണ്. മുംബൈ സ്ലംസ് ആർ ആക്ച്വലി വെരി മച്ച് അലൈവ് ഇൻ ട്രെയിലേഴ്സ്. ഓരോ കോമ്പാറ്റ്സും ഭയങ്കര ത്രില്ലിങ് തന്നെയാണ്. ദ പ്രോമിസ് സ്റ്റിൽ റെസനേറ്റ്സ്. പക്ഷെ ടിൽ നൗ ഇപ്പോഴും ഒരു റിലീസ് ഡേറ്റ് ഇവർ അനൗൺസ് ചെയ്തിട്ടില്ല. പ്രതീക്ഷയ്ക്കും നിരാശയ്ക്കും നടുവിൽ നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി കാത്തിരിക്കുകയാണ്. ചിലർ പറയുന്നത് നമ്മൾ കണ്ടത് വരാനിരിക്കുന്ന ഒരു ഗ്ലിംസ് മാത്രമാണെന്നാണ്. എന്നാൽ ചിലർ പറയുന്നത് ദ ഫൈനൽ ഗെയിം മേ നെവർ മാച്ച് ദ റിയൽ ഹൈപ്പ് എന്ന്. മുംബൈ ഗള്ളീസ് എന്നത് വെറും ഒരു ഗെയിമിനേക്കാൾ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞതുപോലെ നിഖിൽ മലങ്കർ എന്ന ആ 29 വയസ്സുകാരൻ തൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് തൻ്റെ സുഹൃത്തിനൊപ്പം കണ്ടൊരു സ്വപ്നത്തിൻ്റെ ബാക്കി പത്രമാണ് മുംബൈ ഗള്ളീസ്. ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണല്ലേ. വിൽ ഇറ്റ് ഫൈനലി ഡെലിവർ ദി ഓപ്പൺ വേൾഡ് വി ബീൻ വെയിറ്റിംഗ് ഫോർ, ഓർ വിൽ ഇറ്റ് റിമെയിൻ എ സിംബൽ ഓഫ് പ്രോമിസ് അൺഫുൾഫിൽഡ്? നോ മാറ്റർ വാട്ട്, ഞാൻ ഇന്നും കാത്തിരിക്കുവാണ് മുംബൈ ഗള്ളീസിന് വേണ്ടി. ബിക്കോസ് എൻ്റെ ഉള്ളിലെ ആ കൊച്ചുകുട്ടിയില്ലേ, അവൻ്റെ ചേട്ടന്മാരുടെ കൂട്ടിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഉള്ളിൽ എപ്പോഴോ കണ്ടൊരു സ്വപ്നമായിരുന്നു ഇന്ത്യയിൽ ഒരു GTA ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഇന്നും ഞാൻ കാത്തുകൊണ്ടേയിരിക്കുന്നു. മുംബൈ തെരുവുകൾ കാത്തിരിക്കുന്നു. എവിടെയൊക്കെയോ ഇപ്പോഴും ആ സ്വപ്നം സജീവമാണ്. മുംബൈ ഗള്ളീസ്, ദ ഗെയിം വീവ് ബീൻ ഡ്രീമിംഗ് ഓഫ് മേ യെറ്റ് അറൈവ്. സോ മുംബൈ ഗള്ളീസ് വന്നാലും ഇല്ലേലും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ ഇവിടെ തന്നെ കാണും. കാരണം നമ്മൾ അങ്ങനെയൊന്നും ചാവൂലല്ലോ. വി ആർ ഗെയിമേഴ്സ്. വി ജസ്റ്റ് respawn. Bye bye.